പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ നഗരത്തിലെങ്ങും തിരക്കോട് തിരക്കാണ്. ഹോട്ടലുകളും ഹാളുകളുമെല്ലാം നേരത്തെ ബുക്ക്ഡായിപ്പോയി. ഇതോടെ ഒരു സ്ഥലത്ത് 2-3 പരിപാടികൾ ഒന്നിച്ച് നടത്തേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പാലക്കാട്. ഒരിടത്ത് പാലുകാച്ചൽ, മറ്റൊരിടത്ത് കല്യാണം എന്ന് പണ്ട് സിനിമയിൽ പറഞ്ഞില്ലേ, അതേപോലെയാണ് പാലക്കാട്ടെ കാര്യങ്ങൾ. കണ്ടില്ലേ, ഇതാണിപ്പോൾ പാലക്കാട് നഗരത്തിലെ അവസ്ഥ. ഒരേ ഹാളിലെ രണ്ടിടങ്ങളിൽ രണ്ട് വ്യത്യസ്തമാർന്ന പരിപാടികൾ. ഒരിടത്തെ വിവാഹ റിസപ്ഷൻ, ഒരിടത്തെ UDFന്റെ അവലോകന യോഗം. നഗരത്തിലെ പ്രമുഖ ഓഡിറ്റോറിയത്തിലെ ഒരു ഹാളിൽ ഗൗരവമേറിയ തെരഞ്ഞെടുപ്പ് ചർച്ച. സരിൻ പണി തരുമോ? BJPക്ക് സുവർണ അവസരമാണ്. ഇത്തവണയും LDF വോട്ടുകൾ കിട്ടുമോ? നേതാക്കളുടെ അനാവശ്യ വാതുറക്കലുകൾ പണി തരുമോ? അങ്ങനെ കട്ട സീരിയസ് തെരഞ്ഞെടുപ്പ് ചർച്ച. മറ്റൊരിടത്ത് ഇതൊന്നുമല്ല കഥ. പുതിയ ജീവിതത്തിലേക്ക് ചുവടെടുത്തു വയ്ക്കുന്ന ദമ്പതികൾ. അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വിവാദമൊന്നും ഒരു വിഷയമേ അല്ല. അമ്മയുടെ വീട് എവിടെയാണ്? അമ്മയുടെ അച്ഛൻ്റെ നാട് എവിടെയാണ്? അങ്ങനെ വന്നു പെട്ടതാണ്. ഇവിടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് ആഘോഷം നടന്നുകൊണ്ടിരിക്കുക. അതിനെപ്പറ്റി അറിഞ്ഞിരുന്നോ? അതറിഞ്ഞിരുന്നു. ഇത് ഒരു ഹാളിലെ മാത്രം കാര്യമല്ല, സകല ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും ഇതാണ് അവസ്ഥ. കൽപ്പാത്തി തേരിന്റെ തിരക്ക് കൂടി അടുത്ത ആഴ്ച ആരംഭിക്കും. ഇതോടെ കാര്യം പറയുകയും വേണ്ട. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ KC വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ നേതാവുണ്ടല്ലോ, KC വേണുഗോപാലിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു രാവിലെ. ആ സമയത്ത് ഇവിടെ ഈ ഹാളിലൊരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ മോളിലൊരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ വെച്ചാൽ എന്ത് പരിപാടിയാണെങ്കിലും ഇവിടെ നടക്കും. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ തിരക്കും ബഹളങ്ങളും ഒക്കെ ആസ്വദിക്കുകയാണ് പാലക്കാട്ടുകാർ. എന്തായാലും 13 വരെയല്ലേ ഉള്ളൂ എന്നാണ് പാലക്കാട്ടുകാരുടെ പക്ഷം. ആരെയും പിണക്കാതെ മടക്കിയേ ശീലമുള്ളൂ. അത് ഈ നാടിൻ്റെ പ്രത്യേകത കൂടിയാണ്. സിറിലിനും രാജീവ് സുദേവിനുമൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.